സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മെസ്സേജ് അയച്ചേക്കണു. ഞാൻ എന്താന്ന് കേട്ടിട്ട് വരാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. സോറി, തെറി ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. ആ നാരീനുണ്ടല്ല, കൈ കിട്ടി ഞാൻ അവനെ എന്തായാലും പിടിച്ചടിക്കും. ഉറപ്പുള്ള കേസ് അത്. എന്ത് പറ്റിയടാ? നാറി എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കണു. ലൈവ് ഇട്ട് വിളിക്കാം. ഇപ്പൊ വിളിക്കാം. അവന്റെ നമ്പർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. വിളിക്കാം. ആദ്യം ഞാൻ അവനെ അയച്ചു തന്നിട്ടൊന്ന് കേൾപ്പിച്ചാലും. ചേട്ടാ, എന്തിനാണ് നമ്മള് മറ്റേ ഈ പണത്തെ പറ്റി അനാവശ്യമായിട്ട് പോസ്റ്റ് വലിച്ചേറി ഒരു സംഭവം ചെയ്യുന്നത്? എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ചെയ്തുകൊണ്ട് പണത്തിന് ഗുണവും ബാധിച്ചോളൂ. കാരണം ചേട്ടന് അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വർക്കുകളിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. വെറുതെ ഇങ്ങനെ ചേട്ടന്റെ ചാനലിൽ വേണ്ടി പലതും പറയുക, അതായത് എത്രത്തോളം ചേട്ടൻ മനസ്സിലാക്കുക. ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കല്ലേ. നല്ല കണ്ടന്റുകൾ അല്ലെങ്കിൽ ഷോർട്ട് സിനിമകളാ ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ജീവിച്ചിട്ട് കാര്യമില്ല. ചേട്ടന് ഉള്ള ആരോഗ്യത്തിന് ചേട്ടനുള്ള കഥാപാത്രം കിട്ടും. അത് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കും. 100% ഞാൻ യോജിക്കുന്നു. വിളിക്കാം. എടുത്ത ഞാൻ എന്തായാലും തെറി ഞാൻ പറയാം. ഹലോ പെരേരല്ലേ? നിന്റെ ദാവറിക്ക് പോയടാ പട്ടി. അഹമ്മദ് കിട്ടിയോ? ഉണ്ടല്ലോ, കൊടുക്കാം. എടാ ഞാനാ ലിബിലിയ. എടാ നീ ഇപ്പൊ എന്തിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാണ്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. എടാ മൈര, നിന്റെ അടുത്ത് ആ നമ്പറിലേക്ക് അയക്കരുത് ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, നീ എന്തിട്ടാ എനിക്ക് ചാൻസ് തരാൻ? നീ ഏതാ നാരി? നീ ഏതാ എനിക്ക് ചാൻസ് തരാൻ? എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞണ്ടാ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞണ്ടാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നാരി എനിക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ നീ അവസരം തന്നെ ഒന്ന്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞണ്ടാ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ തെറിയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയണ രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാള് നീ രേണുസുതി പറഞ്ഞ വർക്ക് എത്തിക്കോട്ടെ. അതിന് ഞാനെന്നിട്ട് വേണ്ടേ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഞാൻ എന്നിട്ട് വേണ്ടേ? നീ ആ ആറാട്ടന്റെ വീടിന്റെ മുമ്പിൽ പോയി എടാ നിക്കട പൊട്ടാ ഞാൻ പറയട്ടാ. നിക്കട പൊട്ടാ ഞാൻ പറയട്ടെ. എടാ മന്ദമതി നിർത്ത് നീ, ഞാൻ പറയട്ടെ. ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതെ, നീ ആ വീടിന്റെ മുമ്പിൽ ഒട്ടിച്ചു. ആ വീടിന്റെ അവിടുന്ന് പൊളിച്ചളയാന് പുള്ളിയുടെ അമ്മയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇത് നോക്കി. അപ്പൊ ഞാനിപ്പോ ആളേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പുള്ളിയുടെ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അവർ രണ്ടുപേരും സമ്മതത്തോടുകൂടി ഞാൻ ഈ സാധനം പറിച്ചളയാൻ പോവാ. ഇനി അവന്മാർ പശ കൂട്ടിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്തായാലും എന്നെ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞത് പറഞ്ഞത് പശ കൂട്ടിയിട്ടൊക്കെ ഓരോരോ മൈന്റെ പോസ്റ്റർ കൊണ്ട് നോട്ടിക്കുന്നതാ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ഇത് പച്ച അല്ല, മറ്റേ സ്റ്റിക്കറാ. എന്തായാലും പൊട്ടാം. ഇതൊന്നും അവന്റെ വീണ്ടെന്ന് വെച്ചിട്ട് പതിക്കാൻ പറ്റിയില്ലേ? പുള്ളിയുടെ അമ്മയാണ് പറഞ്ഞത് എന്റെ അടുത്ത് കീറിക്കളയാൻ. ഞാൻ അത് തന്നെ ചെയ്ത. എടാ എന്നിട്ടാണ് എടാ ഇതിന് നല്ല തുണ്ടുപടത്തിൽ നീ പോയി അഭിനയിക്ക്.
അല്ലാണ്ട് നിന്റെ എന്തിനാ പറയുക എന്ത് വരേണ്ടത് എന്ത് വരേണ്ടത് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങൾ എടാ നിന്റെ കൂടെ ഞാൻ വന്നതാ, നിന്റെ കൂടെ ഏത് കാലങ്ങളിലേക്ക് ഞാൻ വന്നു? തെറി കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. പോടാ പൊട്ട മന്ദബുദ്ധി, നിന്റെ കൂടെ ഞാൻ വന്നുന്നാ. പിന്നെ എന്റെ കൂടെ ആരാട്ടിന്റെ കൂടെ വന്നുന്നാ? എപ്പടാ എപ്പേ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട്. മയിലൊന്ന് പോടാ. എന്നെ കുറിച്ചല്ല, നിന്നെ കുറിച്ചാണ്. നിനക്കൊക്കെ വെറുതെ ഒരു മന്ദബുദ്ധിയുടെ ഒരു വിലയല്ലേ നിനക്കുള്ളൂ. നിന്റെ അടുത്തൊക്കെ ഈഗോ വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? എനിക്ക് ഒരുപാട് ഫാൻസ് എടാ നിനക്ക് ഫാൻസ് ഉണ്ടായിക്കോട്ടെ, ഞാനെന്ത് വേണം? എടാ ഞാനെന്ത് വേണം? നിനക്ക് ഫാൻസ് ഗേൾസ് ഉണ്ടായാലും ബോയ്സ് ഉണ്ടായാലും ഇനി കുണ്ടന്മാരുണ്ടായാലും ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് നിന്റെ ഫാൻസ് കുണ്ടന്മാരായാലും ഞാനിപ്പോ എന്ത് ചെയ്യണം? ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ, അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. പിന്നെ ഇനി നിന്നെ എന്നെ മുമ്പിൽ കാണട്ടെ, നിന്റെ കാറിനെ കുട്ടി ഞാൻ അടിക്കാൻ പൊട്ടിക്കുന്നേ. അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ ദൈവത്തിന്റെ കൃപ പ്രാർത്ഥിക്കാൻ നോക്കണ്ടായിരുന്നു. എന്തിനാണ് ദൈവത്തിന്റെ കൃപ? എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ചൈന ഭാഷ പറയുന്നോടാ. അതിന് അതിനൊന്നും ഇല്ലേ? അതെ 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 അപമാനിച്ചു. ആയിക്കോട്ടെ, ഒരു ഫോട്ടോ ഒരു പോസ്റ്റർ കീറിയതാണോ അപമാനിക്കല്? എടാ അനുവാദം ഇല്ലാണ്ട് അവരുടെ വീടിന്റെ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചു നിങ്ങളല്ലേ? നിന്റെ വയറ് നിറഞ്ഞോന്ന് എനിക്കറിയില്ല. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത. പോട്ടട പാട്ടിയുടെ തേണ്ടിട മോനെ പൊട്ടിച്ചെന്റെ ഫെർണാണ്ടോ. സാറേ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്ത്